ആണെങ്കിൽ ഏലക്കായ് ചേർക്കുക. പിന്നെ ഞാനിവിടെ ഏലക്കായ് ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാര പൊടിക്കുമ്പോൾ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജീരകം, പിന്നെ വേണ്ടത് കുറച്ച് നെയ്യ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ കുറച്ച് മൈദ ഞാൻ എടുത്തിട്ട് വെച്ചിട്ടില്ല, ഇപ്പോൾ അവിടെ എടുത്ത് വെക്കേണ്ടത്ര. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തോന്ന് പോയി കണ്ടു നോക്കാം. അടുപ്പത്ത് ചട്ടി വെച്ച് കുറച്ച് നെയ്യ് ചൂടാക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇതിനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കുറച്ച് മൈദ ഓരോരോ ഇട്ടിട്ട് മിക്സ് ആക്കണം. ഇതിലേക്ക് മൈദ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് പിന്നെ നല്ലവണ്ണം കുഴച്ചിട്ട് നല്ല ഇതാക്കണം. അപ്പോൾ ആദ്യം നല്ല കുഴച്ചിട്ട് വെള്ളമാക്കണം, പിന്നീട് മൈദ ഇട്ടിട്ട് കുഴക്കണം. പിന്നെ ആദ്യം നല്ല മാടെ കുഴച്ചിട്ട് മിക്സാക്കുന്നുണ്ട്. മിക്സാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ മൈദ ഇടാൻ പറ്റാതെ, നെയ്യും പഞ്ചസാരവും തേങ്ങാവും മിക്സാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൈദ ഇടാൻ പറ്റില്ല. അതിൻ്റെ ശേഷമാണ് കുറച്ച് മൈദ ഇടുന്നത്. അപ്പം ഞാൻ ഇവിടെ കുഴക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. വോയിസ് കൊടുക്കുമ്പോഴേക്ക് സൗണ്ടിനും ബുദ്ധിമുട്ടാണ്, ചുമല വരുന്നുണ്ട്. അപ്പം ഞാൻ വോയിസ് കൊടുക്കേണ്ടി ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യം തന്നെ എല്ലാം പറഞ്ഞിട്ട് തന്നെ ഫസ്റ്റ് തന്നെ വിഷം പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇട്ടതാണ്. അപ്പോൾ എന്താണ് അപ്പുറത്തെ ഫോണിൽ പിന്നെ പാട്ട് എന്തോ വെച്ചിട്ട് അത് കേൾക്കുന്നുണ്ട് പയ്യെ നോക്കുമ്പോൾക്ക്. അങ്ങനെ അത് കോപ്പി റൈറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ആക്കിയതാണ്. നമുക്കിനി മൈദ ചേർക്കാനുണ്ട്.